സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ എന്നൊക്കെ തോന്നും നമുക്ക്. ഇല്ല, പക്ഷെ നിങ്ങൾ എല്ലാരും എന്നെ വെടി തവിടിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ട ജീവിതം. 30 വയസ്സ് കഴിഞ്ഞു. ഇവൾക്ക് എപ്പോഴാണോ ആ വാക്ക് ഇങ്ങോട്ട് വരുന്നത് വിട്ടുന്നൊക്കെ ഇങ്ങോട്ട് കേറുകയാണ്. ഈ സെക്സ് എന്ന വാക്ക് ഇങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു അവസ്ഥ വരുമ്പോഴേക്ക് ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ, അതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. അത് എല്ലാ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടുക. അതാകുമ്പോൾ എനിക്ക് നിങ്ങളുടെ കമന്റുകൾ വഴി പൊറോട്ടയും ചിക്കനും ഒക്കെ തിന്നാൻ പറ്റുന്നതാണ്. കരഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ എല്ലാരും എന്നെ വെടി തവിടിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ട ജീവിതം. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങനെ പുതിയൊരു വീഡിയോ. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട്. ഞാൻ ഇതുപോലത്തെ വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ തമ്മിൽ തന്നെ മനസ്സിലായിട്ടുണ്ടോ, കാരണം കുറച്ച് ക്രിയേറ്റേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് വിഷയം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അറിഞ്ഞവരോട് പറയുകയാണ്, ഞാനൊരു പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടല്ലേ ഭാഷയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ചിലപ്പോൾ ആ ഒരു രീതിയിലായിരിക്കില്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുക. ഒന്ന്. രണ്ടാമത്തെ കേസ്, ഈ വിഷയം അറിയാത്തവർക്കായിട്ട് കുറച്ച് അഡൾട്ട് കോണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ അങ്ങനത്തെ വിഷയങ്ങൾ എടുക്കാറില്ല. കാരണം നമ്മുടെ പ്രേക്ഷകരായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഒന്ന് എൻ്റെ അമ്മ, മദർ ഇൻ ലോ, പിന്നെ നമുക്ക് കുറച്ച് സീനിയറായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ടീച്ചേഴ്സ്, ഇവരൊക്കെ ഒരുപാട് നമ്മളെ വീഡിയോസ് കാണാറുണ്ട്, സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് അവർ പറയും യൂസ് ചെയ്യുന്ന ഭാഷയെ കുറിച്ച്, പിന്നെ ഏത് സമയത്തും ആരുടെ മുന്നിൽ വെച്ചും തുറക്കാൻ പറ്റുന്ന വീഡിയോസ് ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേൾക്കുക. അപ്പം ഞാൻ ഏത് രീതിയിൽ ഇതിനെ പ്രതികരിക്കുന്നുള്ള അറിയില്ല. ഞാൻ കുറച്ച് എന്താ പറയുക, കമ്പോസ്ഡായിട്ട് കുറച്ച് കൺട്രോൾഡായിട്ട് വീഡിയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അറിയില്ല. കാരണം നമ്മൾ ലൈഫിൽ പറയും, ചില ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ പറയും, എടാ നീ ഒന്നും ഇവിടെ ഒന്നും ജനിക്കേണ്ടവനല്ല അറിയും. കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ വേറെ ഒരുത്തനാണ്, നീ ജനിക്കേണ്ടവനേ അല്ല എന്ന് പറയും. സോറി ടു സേ ദിസ്. അതുപോലത്തെ ഒരു സ്ത്രീ എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ വയ്യ. കാരണം എന്താ പറയുക, ആ സ്ത്രീ എന്ന് പറയുന്നതിൽ ബാക്കിയുള്ള നമ്മുടെ അമ്മമാരും നിങ്ങളൊക്കെ പെടും. നിങ്ങൾ കാണുന്ന സ്ത്രീകളൊക്കെ, നിങ്ങളൊക്കെ എല്ലാവരും ഇതിൽ പെടും. നിങ്ങൾ എത്ര പേര് യോജിക്കുന്നറിയില്ല, പക്ഷേ എൻ്റെ പ്രേക്ഷകർ എന്നോട് യോജിക്കുന്നുള്ളത്, ഒരുവിധം ഭൂരിഭാഗം യോജിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിയോജിപ്പാണെങ്കിലും നിങ്ങൾ പറയുക എന്തായാലും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറയും, അതായത് നീയൊന്നും ജനിക്കേണ്ടവനേ അല്ല, ആ ഒരു അർത്ഥത്തിൽ അങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു വ്യക്തി ശ്രീലക്ഷ്മി അറക്കൽ. ഈ അറക്കൽ എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ ഞാനീ പറയും, എൻ്റെ ഫേസ് എക്സ്പ്രഷൻ മാറിയത് നിങ്ങൾ കണ്ടോ എന്നറിയില്ല. അറക്കൽ, അറപ്പ് എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ കേട്ടില്ല, അറപ്പ്. ഞാൻ പറയുമ്പോൾ ഞാനത് ഐ മീൻ ഇറ്റ്, റിയലി ഐ മീൻ ഇറ്റ്, ഐ എം റിയലി സോറി, ഐ മീൻ ഇറ്റ്. അറപ്പ് തോന്നുന്ന ചില വ്യക്തിത്വങ്ങളുണ്ടായിരിക്കും, അറപ്പ് തോന്നുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും, അറപ്പ് തോന്നുന്ന ചില സാധനങ്ങളുണ്ടായിരിക്കും. അറപ്പ് എന്ന് പറഞ്ഞ വേർഡ് ഇപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പേര്, ഒരു വീട്ടുപേര്, ഞാൻ ഈ അറക്കൽ കുടുംബം ബാക്കിയുള്ളവർ ക്ഷമിക്കണം, കാരണം പല ആൾക്കാരുണ്ടായിരിക്കും, നിങ്ങളൊന്നും ഉദ്ദേശിച്ചല്ല. ഞാൻ ഈ ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അതിനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീ എന്ന് വീണ്ടും ഞാൻ പറയുന്നില്ല, പറഞ്ഞു പോകും അറിയാതെ ചിലപ്പോൾ, പക്ഷെ എന്നാലും പറയാം. അറപ്പ് തോന്നുന്ന, ഞാൻ ഒരിക്കലും എൻ്റെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആവാൻ തീരെ എനിക്ക് താല്പര്യമില്ലാത്ത ഒരുത്തി, ഐ തിങ്ക് ദാറ്റ്സ് ദ വേർഡ്. ഒരു ശ്രീലക്ഷ്മി അറക്കൽ ഇന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലാണ് ആൾക്ക് സബ്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് പണം കണ്ടെത്തുക, പലരും പല രീതിയിലാണ്. അതിൽ ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് അറിയാലോ, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത്, പിന്നെ ഫേസ്ബുക്കിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത്, വീഡിയോസ് അല്ലെങ്കിൽ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ എൻഗേജ്മെൻറ്റ് വരിക, അതിലും ഈ കമൻസ് കാര്യങ്ങളൊക്കെ ആൾക്കാർ എഴുതുമ്പോഴേ ഇതിനൊക്കെ റവന്യൂ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും തേടും. അതായത് ഭക്ഷണം കഴിക്കാൻ, ജീവിക്കാൻ, കടം തീർക്കാനൊക്കെ തെറി കേൾക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ, തെറി കേട്ടിട്ടാണെങ്കിലും എന്ത് എക്സ്ട്രീം ലെവലിലെ ആൾക്കാർ, ഫേസ്ബുക്ക് അത്രയും തെറി വിളനിലാണ് കേട്ടോ. അത്രയും തെറി കേട്ടിട്ടാണെന്നുണ്ടെങ്കിലും എനിക്ക് പൊറോട്ടയും ചിക്കനൊക്കെ വാങ്ങി കഴിച്ച് സ്ഥലമൊക്കെ കറങ്ങി അടിച്ച് ജീവിച്ചാൽ മതി എന്ന് അവരെന്നെ പറഞ്ഞു. ഞാൻ അതിന് വീഡിയോ പ്ലേ ചെയ്യാം. അങ്ങനെ നടക്കുന്ന ഒരു വേറെ എന്താ പറയുക, കുറച്ച് ദിവസം മുന്നേ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ?
ഭയങ്കര കോമഡിയാണ്. അതായത് ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ, എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഈ പറയുന്ന സ്ത്രീകളിൽ എൻ്റെ അമ്മയും സഹോദരിമാരും ഭാര്യയും നമ്മുടെയൊക്കെ പരിചയമുള്ള ആൾക്കാരും നിങ്ങളൊക്കെ പെടും. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊരു ജനറലൈസ് സാധനം അവർ അടിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ. അതായത് സ്ത്രീകൾക്ക് ഓവുലേഷൻ ടൈമിൽ ഇത് സംസാരിക്കേണ്ട വിഷയമൊക്കെയാണ്, പക്ഷെ ഇതിങ്ങനെ സംസാരിക്കേണ്ട വിഷയമില്ല, ഇതൊക്കെ സംസാരിക്കേണ്ട വിഷയമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവർ വെച്ചാൽ സ്ത്രീകൾക്ക് ഓവുലേഷൻ ടൈമിൽ ആസക്തി കൂടും. അപ്പോൾ സ്ത്രീകൾക്ക് നമുക്ക് എന്നാൽ അവരുടെ പറഞ്ഞ ഒരു ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്യാം. ആരെ കിട്ടിയാലും ഇത് ചെയ്യിക്കാൻ വേണ്ടി തോന്നുന്നു. എനിക്കത് പറയാൻ കൂടി മതി. കാരണം ഞാനിത് നമ്മുടെ പ്രേക്ഷകർ അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് നമ്മൾ സംസാരിക്കാത്ത ആളായതുകൊണ്ടല്ല. പക്ഷെ നമ്മൾ കേൾക്കുന്ന ആൾക്കാരിൽ ഇതുപോലത്തെ ആൾക്കാരുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. അതായത് സ്ത്രീകൾക്ക് ഓവുലേഷൻ സമയത്ത് കുറച്ച് കൂടും. ആ സമയത്ത് ആരെ കിട്ടിയാലും വിളിച്ച് കയറ്റാൻ തോന്നും. സീരിയസ്ലി ഒരു പെണ്ണ് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലുള്ള, നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറയുന്നത്, അറിഞ്ഞവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അറക്കലെന്ന് പറഞ്ഞിട്ടില്ല, അറക്കൽ, ശ്രീലക്ഷ്മി അറക്കൽ. അതാ ഞാൻ പറഞ്ഞ് ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളല്ല പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം സോഷ്യൽ മീഡിയയിലുണ്ട്. അത് എന്തിനാണ് കാണിക്കുന്നത് അറിയോ? തെറി കേട്ട് തിന്നാൻ. ഇതിലേറെ ഭേദം വേറെ എന്തൊക്കെ പണിക്ക് പോവാ. എന്നിട്ട് ഇവള് പണ്ടൊരു ഇൻ്റർവ്യൂവിൽ ഇവള് പറഞ്ഞെന്താ അറിയോ? അവളെല്ലാവരും വെടിയെന്ന് വിളിക്കുന്നു എന്ന്. അവള് വിഷമത്തോട് പറയാ എന്നെ എല്ലാവരും വെടിയെന്ന് വിളിക്കുന്നു പറഞ്ഞിട്ട് മോങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇവള്. ഓവുലേഷൻ സമയത്തൊക്കെ ആരെ കണ്ടാലും വിളിച്ചു കയറും. പിന്നെ സെലിബ്രിറ്റി ആയതുകൊണ്ട് അവൾക്ക് എല്ലാവരും വിളിച്ച് കയറ്റാൻ പറ്റണില്ല അത്ര. അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ നമുക്ക് ഈ മാസം വരുന്ന ഈ സമയത്ത്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ നിങ്ങളെയും കൂടി ചേർത്ത് പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെയും കൂടി ചേർത്ത് പറഞ്ഞു. ഇത് കണ്ടിട്ട് അവരെ ഫേസ്ബുക്കിൽ പോയിട്ട് തെറി പറയരുതേ. കാരണം അവർ നിങ്ങളുടെ തെറി കൊണ്ട് ഞം അടിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ തെറി അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ കയ്യിൽ എഫേർട്ടും മനസ്സിൽ വരുന്ന തെറിയൊക്കെ മനസ്സിൽ പറഞ്ഞ് കളഞ്ഞോളൂ. ഫേസ്ബുക്കിൽ അടിക്കേണ്ട, അത് വെച്ചിട്ട് അയിമ ഞണ്ണാൻ നടക്കുക. അത് മോശം സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് കുപ്രസിദ്ധി നേടിയിട്ടുള്ളൊരു സ്ത്രീയാണ്. ചില കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അവർ പ്രത്യേകത എന്താ വെച്ചാൽ സെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നില്ലാത്ത രോമാഞ്ചവും പുളകവും ഒക്കെ കൊണ്ടിട്ട് എനർജി, പല ആൾക്കാർക്കും പല രീതിയിലാവും എനർജി ബൂസ്റ്റ് ചെയ്യുക അല്ലേ. നമ്മൾ നോർമലായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന പല വിഷയങ്ങളുണ്ടായിരിക്കും. എമ്മിനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന അതാണ്. ആ വാക്കും അത് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എമ്മക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ തരിച്ചു കയറുന്നത് പറയാൻ പറ്റില്ല. അങ്ങോട്ട് ചിരിയും കുഴച്ചിലും തുള്ളിച്ചാട്ടവും ഡാൻസുകളും എന്താ പറയുക, അങ്ങനെ അങ്ങോട്ട് കയറി വരുന്ന ഒരു തരം. അപ്പോൾ ഇത് വേറൊരു കാര്യം കൂടി, ഇത് ടീച്ചറാണ് ഇത്രേ. ഞാൻ പ്ലേ ചെയ്യാട്ടോ. ഈ എമ്മ ഒരു ടീച്ചറാണ് ഇത്രേ. നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്ന ആരുടെങ്കിലും കുട്ടികളെ ഇതിൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വിടുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളുണ്ടോ. ഞാൻ പറഞ്ഞാൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ പറയും. ഇനിയിപ്പോൾ എന്നെ പിടിച്ചിട്ട് പഴയ വസന്തോ എന്ത് പിണ്ണാക്കാക്കിയാലും വേണ്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവളുടെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പ്ലേ ചെയ്യാം, എന്നിട്ട് പറയാം ഇവൾ എന്താണ് പറഞ്ഞു എന്നുള്ളത്. ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയൂല, സത്യമായിട്ടൊന്നും ആരെ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. വിളിച്ച നമ്മുടെ ഞാൻ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചാല് പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചാല്. ഫേമസ് ആയതുകൊണ്ട് ഇനിപോലെ ഫേമസ് ആയി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കുലിസിത പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഫേമസ് അല്ല. നീ ഇപ്പൊ ഫേമസ് ആവും. ഇനി എവിടെ കേട്ടോ. നിങ്ങളാണ് പറഞ്ഞു കേട്ടോ. നിങ്ങൾ സ്ത്രീകൾ കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ പറയാണ്. ഓവുലേഷൻ ടൈമിൽ ആരെങ്കിലും വിളിച്ച് കയറ്റിയാൽ മതി എന്ന് തോന്നിപ്പോത്രേ ഇവക്ക്. എന്നിട്ട് ഇവള് കരയും. എന്ത് പറഞ്ഞിട്ട് അറിയോ ഇങ്ങനെ പറയുന്നത്? അവളുടെ കാര്യമാണ്. അവളുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അവൾ ഫേസ്ബുക്കിൽ സ്റ്റോറി ഇട്ടു. ഞാനതും പ്ലേ ചെയ്യാം. ആ സ്റ്റോറി കൂടെ അവൾ പറഞ്ഞു അവളുടെ കാര്യമാണ്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതിന് പല ആൾക്കാരും റിയാക്ട് ചെയ്തു. ചില ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തു. ഞാനും അങ്ങനെ തന്നെയാണെന്ന് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ ഇവളും ഞാൻ ആൾക്കാരുടെ പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ ഇതിനെ വളരെ ശക്തമായിട്ട് ആദ്യം ഇതിനെ എതിർത്തിട്ടുള്ളത് ഞാൻ കണ്ടത് അസ്ലാം മാർലിയാണ്. അസ്ലാം മാർലി ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പല സമയത്തും ഈ സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് അസ്ലാം മാർലി. അസ്ലാം ഇതിന് ഭയങ്കരമായിട്ട് എതിർത്തു. അസ്ലാം അടിപൊളി വീഡിയോ ആണ്. ഞാൻ പ്ലേ ചെയ്യാം. കുറച്ച് ഇതിൻ്റെ അടുത്ത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് വെക്കാം. അടിപൊളിയായിട്ട് അസ്ലാം പ്രതികരിച്ചു. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം. നമ്മൾ ഇങ്ങനെ ഞാൻ ഇത് പറഞ്ഞതിനെ മനസ്സിലാക്കണം. അതായത് കുറേ സ്ത്രീകൾ നമുക്ക് ചുറ്റുപാടുള്ള ഒരുപാട് സ്ത്രീകൾ. ഐ എം റിയലി സോറി കേട്ടോ. ഐ എം റിയലി സോറി. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇതിപ്പോൾ പറഞ്ഞതൊരു പെണ്ണാണ് അല്ലേ.
നിങ്ങളെ പറ്റിയിട്ട് സ്ത്രീകളെ പറ്റി പറഞ്ഞു. ഒരു പുരുഷനായ ഞാൻ ഇതിൻ്റെ ഒരു 10-1 ഞാൻ എന്തെങ്കിലും രീതിയിൽ ഒരു മോശം വാക്കെന്നല്ല പറയണം, ഒന്ന് കയർത്ത് സംസാരിച്ചെങ്കിൽ വുമൻ കാർഡ് എടുത്തിട്ട് ഇവരൊക്കെ എന്ത് ചെയ്യും? ഞാൻ അകത്താവില്ലേ? നിങ്ങളുടെ വീട്ടിലൊരു പുരുഷനാണ് ഇങ്ങനെ രീതിയിൽ സംസാരിച്ചത്, അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും സംഗതികൾ സംസാരിച്ചെങ്കിൽ എന്തായിരിക്കും എൻ്റെ കഥ? എന്തായിരിക്കും എൻ്റെ കഥ? പറയട്ടെ ചോദിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഉള്ളിലാണ്. മനസ്സിലായോ? വ്യവസായം ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കണം. അത് നമ്മൾ ഈ ഓവലേഷൻ ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റ് ആവും പെണ്ണുങ്ങള്. മനുഷ്യനല്ലേ പിള്ളേ. അപ്പൊ അതാണ് പറഞ്ഞത് നേരത്തെ അവരെന്തിനാ കാലഘട്ടത്തിൽ വെച്ച് കൊടുത്തത് ചോദിക്കരുത്. അത് ഒരു അവരെന്തിനാ കാലകത്തി വെച്ചത് ചോദിക്കരുത്, ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇത് പറഞ്ഞതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പറയുക. അതായത് നമ്മുടെ ചുറ്റുപാടും കുറേ സ്ത്രീകളുണ്ടല്ലേ, അവർക്കൊക്കെ പല സമയത്തും ഓവുലേഷനൊക്കെ ആയിട്ടൊക്കെ എനിക്ക് പറയാൻ തന്നെ വിഷമം തോന്നുന്നു. സീരിയസ്ലി ഞാൻ ഇങ്ങനെയൊന്നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് പറയാൻ അറിയണ്ടല്ലോ, പല രീതിയിൽ മറുപടി എന്താ ഉണ്ടാവുക അറിയാം. കുറ്റങ്ങളൊക്കെ പിന്നെ കേസും പരിപാടിയും കാര്യങ്ങളായിട്ട് പോകും. അത് വലിയൊരു നിസ്സഹായാവസ്ഥയാണ്. സംസാരിക്കുന്ന സമയത്ത് ഇവിടെ പല ടീംസും ഉണ്ട്, ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഞാൻ ബാക്കി ആൾക്കാരെ പേര് പറയില്ല, പല ആൾക്കാരുണ്ട്. അവർക്ക് അവർ പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യം ചില സ്ത്രീകൾക്ക് അതിന് കൊടുക്കുക. എന്നിട്ട് അതിനെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള സാധനം കൂടി ആംബിയർ വേണം. അതൊന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ കുറേ ഓവുലേഷനൊക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ നോക്കുന്ന സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ നടക്കുകയാണോ? എനിക്കത് പറയാൻ വയ്യ. അതായത് ഇവരൊക്കെ ഇങ്ങനെ നടക്കുക, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആരെ കിട്ടിയിട്ടുണ്ടെങ്കിലും എന്ത് പറയൂലേ. ആയിട്ടുള്ള ഒരു ബീയിങ്ങിന്റെ ഒരു ചോദനയാണിത്. പ്രായം കൂടുന്നവരും സ്ത്രീകൾക്ക് ഇത് കൂടിക്കൂടി വരുമെന്ന് സത്യമാണ്. വീട്ടിൽ വരുന്ന പണിക്കാർ, ബംഗാളികൾ, ആക്രി പെറുക്കാൻ വരുന്ന തമിഴൻ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, മനസ്സിലായോ? ഏതൊരുത്തരെയും ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെങ്ങനെയെങ്കിലും വിളിച്ച് കയറ്റിയാൽ മതി വേണ്ടി തോന്നുന്നത്. ഒരു 20 വയസ്സിൽ 20 വയസ്സ് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ബോധമില്ല. 25-30 വയസ്സ് കൂടുമ്പോൾ നമുക്ക് ഇതിനുള്ള ചോദന കൂടും. സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയല്ല, ഒരു 28 വയസ്സ് കണ്ടോ, ഇവൾക്ക് എപ്പോഴാണോ ആ വാക്ക് ഇങ്ങോട്ട് വരുന്നത് ഇവിടുന്നൊക്കെയോ ഇങ്ങോട്ട് കയറുകയാണ്. ഈ സെക്സ് എന്ന് പറഞ്ഞ വാക്ക് ഇങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു അവസ്ഥ വരുമ്പോഴേക്ക് ഇതിന് വേറെ പേരാണ് പറയുക. പേര് പറഞ്ഞാൽ നമ്മളിതാവും. പക്ഷെ ഇങ്ങനെയാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഇത്രേ ചെയ്തോളൂ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുന്ന ഇവളെ ആൾക്കാരും അവൾക്ക് ഇങ്ങനെ തോന്നുന്ന അവളെ വിളിച്ച പേരാണ്. അവൾ 10 ആളൊക്കെ ഉണ്ടെന്നല്ലേ ഓർമ്മ ഇതല്ലോ, 10 പേര് ഇതൊക്കെ പറഞ്ഞോളൂ. എനിക്ക് പറയാൻ തന്നെ വയ്യ. ഞാൻ ഈ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളെ കാണുന്ന ആൾക്കാരും മുഖം മനസ്സിലേക്ക് വരിക. ചോദനയല്ല 30 വയസ്സുള്ളപ്പോ ഉള്ളത്. അപ്പൊ കല്യാണം കഴിച്ചൂടെ? അത് താല്പര്യമില്ല. ഓക്കെ, കല്യാണം കഴിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാളായിട്ട് ഒതുങ്ങി കൂടി നടക്കട്ടെ. നമുക്ക് പിന്നെ അങ്ങനെ മനസ്സിലായി. അതായത് സ്ത്രീകൾക്കും ഇതുപോലെ തന്നെ പുരുഷന്മാരെ ആവശ്യമുണ്ട്. അപ്പം ആണുങ്ങൾ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ എല്ലാം നടക്കുന്നതാണ്. പക്ഷെ സ്ത്രീകളെ പുരുഷന്മാരെ അപ്രോച്ച് ചെയ്യുന്ന അത്ര നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം അത് എന്നിട്ട് ഞാൻ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് മെസ്സേജ് കഥ പറയാം. എന്നിട്ട് ഞാൻ ഇവരെ സപ്പോർട്ട് അടുത്ത ഇവിടെ പറയാൻ പോകുന്നത് ഇവിടെ ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്. അത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ നടന്നിരുന്നു ഗദ്ദാഫിയുടെ ചാനലിൽ, ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ അതും ചെയ്തില്ല, കാരണം അതെനിക്ക് ചെയ്യാൻ അങ്ങനത്തെ വിഷയങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നത്, അതുകൊണ്ട് അത് ചെയ്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഇവക്കൊരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഞാൻ എൻ്റെ ഒരു തോട്ട് പറയട്ടെ, ഒരു പക്ഷേ ചിലപ്പോൾ തെറ്റായിരിക്കാം, നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? കംപ്ലീറ്റ് ഡിസ്ഗ്രേസ് ടു ലേഡീസ്. സ്ത്രീകൾക്ക് ഒരു അപമാനമാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെ സ്ത്രീകളൊക്കെ മൂത്ത് നടക്കുക എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഇൻ്റർവ്യൂവിന് വന്ന് പറഞ്ഞത് ഇവളെന്തിനത് പറയണത് അറിയോ? ഇത് ലാസ്റ്റ് പറയണ്ടേ, ഇവൾ പറയുന്നത് അവൾക്ക് റീച്ച് കിട്ടാൻ. അതായത് സ്ത്രീ ആയിട്ടുള്ള ഇവക്ക് റീച്ച് കിട്ടാനും ഞം അടിക്കാനും ഊരി തണ്ടാനും കഞ്ഞി കുടിക്കാനല്ല അവൾ പറയുന്നുണ്ട്, പൊറോട്ടയും ചിക്കനൊക്കെ എടുത്ത് കഴിക്കുക, കടം വീട്ടുക, ഊരി തണ്ട. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ത്രീകളെ തന്നെ ഇവള് നാണം കെടുത്തത് ഇവളെന്താ പറയണ്ടത്? കമൻറ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്താൽ ഇന്ന് ഇവള് ഞണ്ടും അങ്ങനെ ആരും ഞണ്ണാൻ സമ്മതിക്കരുത്. ഇത് റിയൽ ആയിട്ടുള്ളതാണ്, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഫീമെയിലുകൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് പോസ്റ്റ് എഴുതി. അപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ മെസ്സേജിൽ പറഞ്ഞു ഞാൻ ഇങ്ങനെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞ കാർഡൊക്കെ അയച്ചത് എനിക്ക്. ഇതിന് കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കറക്റ്റ് ആയിട്ട് മെഡിക്കൽ ചെക്കപ്പ് എടുക്കണം. പുള്ളി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ദുബായ് അങ്ങനത്തെ ഉള്ള സ്ഥലത്ത്. അതായത് ഗദ്ദാഫി ഇന്റർവ്യൂ ചെയ്ത അതേ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അതല്ല, അയാളല്ല, വേറൊരാള്. എവിടെ നമ്പർ കിട്ടി? ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, എനിക്ക് മെസ്സേജ് അയച്ചു. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ആദ്യം കാർഡൊക്കെ അയച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു. അതായത് ചില ഭർത്താക്കന്മാർ കൊണ്ടുവരുമ്പോഴും, അതായത് ഭർത്താക്കന്മാര്
ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ റിസ്കിൽ മാത്രം കേൾക്കുക. എൻ്റെ ഓഡിയൻസ് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ റിസ്കിൽ മാത്രം കേൾക്കുക. ഐ എം റിയലി സോറി, നമ്മളിത് പറയാതെ വയ്യ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കേൾക്കുക. അതായത് ചില ഭർത്താക്കന്മാർക്ക് സ്ത്രീകളോട് ചില രീതിയിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ഭർത്താക്കന്മാർ ഈ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അടുത്തേക്ക് സ്വന്തം ഭാര്യമാരെ കൊണ്ട് ചെല്ലുന്നു. ആധികാരികമായിട്ട് ഇത് വന്നിരുന്ന് ചിലക്കാണ്. കൊണ്ടാക്കിട്ട് ഇത്ര ഭയങ്കര പൈസ കേട്ടോ. ആണുങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. തലേ കൈവച്ചെന്താ പറയുന്നത്, സഹായവസ്ഥയാണ്. ഞാൻ യൂണിഫോമിലല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗില്ലേ, ഞാൻ യൂണിഫോമിലായിരുന്നെങ്കിൽ നീ വിവരം അറിഞ്ഞേനെ എന്നൊരു സാധനം ഉണ്ട്. മറ്റേ പൃഥ്വിരാജിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. സോളമൻ എന്നൊരു പോലീസ് ഓഫീസറായിട്ട്, ഞാൻ സിനിമയുടെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്. നീ സോളമൻ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഇത് മറ്റേ എന്താ പറയാ, വീഡിയോയിലായതുകൊണ്ട് പറയാൻ വയ്യ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇതിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു ഞാൻ റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അതങ്ങനെ അത്രയും ഈസി അല്ല പരിപാടി. അപ്പോൾ ഒരു ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അനുഭവിക്കുന്നുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, അതായത് ഈ ജോലിയോട് ഒരു പാഷൻ വേണം. അതായത് ഈ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ, അതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. അതായത് എല്ലാ ഇതിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഈ വക കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള ചാനലിനെ തുപ്പാന്ന് തോന്നുന്നു. മറ്റേ അയമയുടെ ഡയലോഗാ തോന്നുക. സോറി കേട്ടോ, ചിലപ്പോൾ ഞാൻ അറിയാണ്ട് പ്രതികരിച്ചു പോയതാ. ടൈപ്പ് സെക്സും ചില ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. മെയിൻ ആയിട്ട് ഈ എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ട്. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന്. അപ്പം അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ കുറെ ടെക്നിക്കുകളും ഇതൊക്കെ ഇഷ്ടം വേണം ചില കാര്യങ്ങൾ ചെയ്യാൻ. അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇതാണ് മെയിൻ. ഞാൻ ചോദിച്ചു സ്ത്രീകൾ എന്താ കൂടുതൽ ആവശ്യപ്പെടുന്നതെന്ന്. അപ്പോൾ ആ പുള്ളി പറഞ്ഞു ഇതാണെന്നൊക്കെ. എന്നിട്ട് കുറെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. എന്താണ് സ്ത്രീകൾ കൂടുതൽ ആവശ്യപ്പെടുന്നത്? അല്ല പുള്ളി പറഞ്ഞതാണ്. പുള്ളി പറഞ്ഞാൽ ഇപ്പം അങ്ങനത്തെ ഒക്കെ കുറെ പരിപാടികളുണ്ട്. അത് ചില പുരുഷന്മാർക്ക് ചെയ്തു കൊടുക്കാൻ ഇഷ്ടമല്ല, പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും എൻ്റെ വൈഫിനെ ഇങ്ങനെ ഹാപ്പി ആക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്തൊരു കഷ്ടതല്ലേ ചുക്ക, എവിടെയാണ് ഇവരൊക്കെ ഉള്ളത്? എനിക്ക് വയ്യ ഹാപ്പി ആക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ തായ്ലൻഡ്, അയാൾ ഇങ്ങനെ ഓരോ രാജ്യം തിരിച്ച് ഓരോ ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു. ഇന്ന ആൾക്കാർക്ക് ഇന്നതാണ് വേണ്ടത്, ഇന്ന ആൾക്കാർക്ക് ഇങ്ങനെയാണ്. ഏതോ ഒരു നാറി ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെ കയറി നോക്കിയതാണ് കേട്ടോ. അത് ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് എത്ര നല്ല നല്ല ആൾക്കാരെ ഇന്റർവ്യൂ എടുക്കാല്ലേ. അല്ല അയാൾ ഇങ്ങനെ പറഞ്ഞു, അയാൾ പോയ എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ അടുത്ത 2 മാസം കഴിയുമ്പോൾ ട്രിവാൻഡ്രം വരുന്നുണ്ട്, ഞാൻ കാണാമെന്ന്. സംഭവം അതാണ് സംഭവം. മറ്റേ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു വീഡിയോക്ക് മറ്റേ പോസ്റ്റ് ഇട്ട സമയത്തേ ഏതോ ഒരുത്തം എല്ലാം കുട്ടി നോക്കി ഇതിനെ, എന്നിട്ട് ലാസ്റ്റ് ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അപ്പോൾ എന്നിട്ട് അവസാനം ഞാൻ തിരുവനന്തപുരം വരെ വിളിക്കാന്ന് കാണാന്ന് പറഞ്ഞു. ഇല്ല, എന്നിട്ട് പിന്നെ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു ട്രിവാൻഡ്രം വന്നപ്പോൾ. ഞാൻ കണ്ടില്ല, 2-3 ദിവസം കണ്ടിട്ട് പിന്നെ സീൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ട്രിപ്പിലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ഈ 2-3 ദിവസം പിന്നെ പിന്നെയും മെസ്സേജ് അയച്ചു. ഞാനെന്തായാലും പിന്നെ അങ്ങനെ നമുക്ക് ഈ പുള്ളിയുടെ ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞെടുക്കണം. പക്ഷേ അപ്പൊ എനിക്കറിയില്ല അവിടെ ഇയാൾ നുണ പറഞ്ഞാണോ നമ്മുടെ അടുത്തുനിന്നൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നുണ പറഞ്ഞാണോ നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ ഇങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം അറിയോ? അത് ആ സമയത്ത് റിയലി സോറി ടു സേ, ലേഡീസ് റിയലി സോറി ടു സേ, ആ സമയത്ത് ഓവുലേഷൻ പീരീഡ് ആയിരിക്കില്ല, ഒന്നും പറയാനില്ല. അയാൾ എത്ര ചാർജ് പറഞ്ഞു? ഓർമ്മ കിട്ടുന്നത് നല്ല 22,000 അങ്ങനെയാണ് പറഞ്ഞത്. 22,000-25,000. അതായത് അത് പുറത്താ, ഇയാള് പുറത്താ ചെയ്യുന്നത് ഈ ജോലി. ദുബായ് അങ്ങനെ ബേസ് ചെയ്ത് ഇവർക്ക് എന്തോ കമ്പനിയൊക്കെ ഉണ്ട് ഇതിന്. കുറെ കാശ് ഉണ്ടാക്കണ്ടല്ലോ, കമന്റും തെറിയിട്ടിട്ടൊക്കെ കൊടുക്ക്. വീശി 22,000 രൂപ. അപ്പൊ അവർക്കൊക്കെ ചെറിയ പൈസ അല്ലേ അവരെ സംബന്ധിച്ച്. അങ്ങനെ പുള്ളി കുറെ പേരുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചത്. മീൻസ് അങ്ങനെയല്ല, ഈ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് ചില്ല് ചെയ്യുന്നതിന്റെയും പിന്നെ അതിന്റെ ഒരു ആപ്പിനകത്ത് ഇങ്ങനെ ഇതിന്റെ എന്തൊക്കെയോ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ആക്കിയിട്ടൊക്കെ എന്തൊക്കെയോ കുറെ എവിഡൻസ് പുള്ളി എനിക്ക് അയച്ചത്. കുറച്ച് നേരത്തെ മുമ്പ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് ഇവിടെ ഉണ്ട്, അത് ആൾക്കാർ അറിയണമല്ലോ. അവള് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ 4 ആൾക്കാരൊക്കെ ഇതിന് വരികയാണ്. ഈ ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം. നമ്മൾ ഫെമിനിസ്റ്റ് ആയിട്ട് നടക്കണം, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ അന്ന് ഇതേമാതിരി ഒരു 1-2 പോസ്റ്റ് ഇട്ടിരുന്നു ഒരു വിഷയത്തിൽ, അതിലൊന്നും പ്രതികരിക്കില്ല. ഇത് വന്നാൽ അത് നമ്മൾ മുൻപന്തില്ല. കാരണം ഇത് വരുന്ന സമയത്ത് റീച്ച് കൂടുള്ളൂ. റീച്ച് കൂടിയാലേ ആൾക്കാർ തെറി പറയുള്ളൂ. തെറി പറഞ്ഞാലേ നമുക്ക് ചിന്നാൻ പറ്റുള്ളൂ. നമുക്ക് വല്ലതും ചെല്ലണമല്ലോ, പട്ടിണി അടക്കം ചാവാൻ പറ്റില്ലല്ലോ.
വിശക്കുമ്പോൾ വല്ലതും ഭക്ഷണം കഴിക്കണ്ടേ? അതിന് ഫേസ്ബുക്കിൽ തെറിയുന്ന കിട്ടുന്ന ഡോളർ തന്നെ പറ്റുള്ളൂ. വേറെ പണി അറിയില്ല, വേറെ പണിക്ക് പോകാൻ പറ്റില്ല. ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം, അതുപോലെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. പക്ഷെ ഇവരിതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ അല്ലെങ്കിൽ പലയിടത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് അറിയുള്ളൂ. മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഇതുവരെ, ഞാൻ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, കാണാൻ വേണം പറ്റും എനിക്ക്. വെയിറ്റിംഗ് ആണ്. കണ്ട ഇതിങ്ങോട്ട് വരുമ്പോഴേക്ക് എവിടുന്നില്ലാത്ത എനർജിയാണ് വരിക. ഓക്കെ, അപ്പോൾ ആ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ ആണ് ആളുടെ. ആൾ എന്തോരം നുണയാണോ ശരിയാണോ എന്ന് പറയുന്നത് നമുക്ക്. അയാൾക്ക് ഭാര്യയും കുട്ടിയൊക്കെ ഉള്ളതാണ് ഈ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്. അടിപൊളി. അയാളുടെ ഇൻസ്റ്റാഗ്രാം എടുത്തു ഫുള്ള് ഒരു ഫാമിലി മാൻ, ഭാര്യ കുട്ടി. അപ്പൊ അയാളുടെ ഫേസ് അങ്ങനെ വരുമല്ലോ എന്ന് തോന്നുന്നു. അപ്പം ചിലപ്പം വീട്ടിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ടാവും ജോലി. ഇനി മെസ്സേജ് അയക്കുമ്പോ താല്പര്യം ഉണ്ടാവും, നമുക്ക് മാസ്ക് ഇട്ടിരുത്താം, നമുക്കൊരു പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇരുത്താം. എല്ലാവരുടെയും കൺസെന്റ് വേണമല്ലോ. അല്ല, ഒന്ന് ചോദിച്ചു നോക്ക്. ഇല്ല, പുള്ളി വരില്ല, പുള്ളി ഫാമിലി മാനാ. ഓക്കെ, ഫൈൻ. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര വർഷത്തെ ഒരു ബോയ് ഫ്രണ്ട് ആണ്? എത്ര വർഷമായി ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്? 5 വർഷമായി. 5 വർഷവും. അപ്പൊ നേരത്തെ കഴിഞ്ഞ നമ്മുടെ ഇന്റർവ്യൂല് പറഞ്ഞു എനിക്ക് അധികം നാളൊന്നും വാഴില്ല. അങ്ങനെയല്ല, എന്റെ ഉള്ള റിലേഷൻഷിപ്പ് ഒക്കെ എല്ലാം കുറെ കാലം ഉള്ളതാണ്. ഓക്കെ, ഈ 5 വർഷം. ഇനി ഈ ഒരു വിഷയത്തിൽ ഇത് കുറെ ഇന്റർവ്യൂ ഉണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ, ഞാൻ കുറെ കട്ട് ചെയ്തൊക്കെ വെച്ചൊന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഈ ഒരു വിഷയത്തിൽ ഇതിന് മറുപടിയായിട്ട് അസ്ലാമാറിയുടെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഒരു മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, അതും ഓവുലേഷനെ കുറിച്ചിട്ട്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ആരും പറയൂല, സത്യമായിട്ടൊന്നും ആരെ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. വിളിച്ച നമ്മുടെ ഞാൻ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്, പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആവണം. നമ്മൾ വായെ തോന്നിയൊന്നും വിളിച്ചു പറയരുത്. ഇതിപ്പോ നിങ്ങളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. ഒരു ഓവുലേഷൻ ടൈമിൽ ഓക്കെ, ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഓവുലേഷൻ ടൈമിൽ സെക്സിനോടുള്ള ഇഷ്ടം വളരെ കൂടുകയും ആര് വേണമെങ്കിലായിട്ട് സെക്സ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറയണത് ഓക്കെ, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു പ്രശ്നമല്ല, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. പക്ഷെ വിവാഹം കഴിയാത്ത സ്ത്രീകൾ, പാർട്ട്ണർ ഇല്ലാത്ത സ്ത്രീകൾ, എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കരുത്. ഓവുലേഷൻ ടൈമിൽ ഒരു ടെമ്പററി ലിബിഡോ കൂടും എന്നുള്ളത് ശരിയാണ്. ഒരു സെക്ഷൽ ഫീല് ആ ഒരു ടൈമിൽ ഹോർമോണിന്റെ ചേഞ്ചസ് എല്ലാം കാരണം ഓവുലേഷൻ ടൈമിൽ കൂടും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ണി കാണുന്ന എല്ലാ ആൾക്കാരെയായിട്ടും സെക്സ് ചെയ്യാൻ തോന്നും എന്നല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓവുലേഷൻ ടൈമിൽ എനിക്ക് റാൻഡം ആയിട്ട് വന്ന സ്വിഗ്ഗി കൊണ്ടുവരുന്ന ചാറ്റിനോട്, അല്ലെങ്കിൽ വീട്ടിലൊരു ഇലക്ട്രീഷ്യൻ വരുന്ന ആളോട്, വഴി പോകുന്ന ഒരാളോടൊക്കെ എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നും. എന്താണ് അത്? എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല കേട്ടോ, ഈ ഒരു പെർട്ടിക്കുലർ സ്ത്രീയുടെ കാര്യമാണ് പറയുമെങ്കിൽ ഓക്കെ ഫൈൻ. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രിഫറൻസ്, കൺസെന്റ്, സേഫ്റ്റി, ബൗണ്ടറീസ് ഇതെല്ലാം കൂടിയിട്ടുള്ള, അല്ലാണ്ട് ഏതെങ്കിലും ഒരു റാൻഡം ഗൈനോട് തോന്നുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അട്രാക്ഷനെയും ഓവുലേഷനെയും ഒന്നും കൂട്ടി മിക്സപ്പ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. ഹോർമോൺസ് ചിലപ്പോൾ ഡിസയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എന്ന് വെച്ചിട്ട് അത് നമ്മളെ സ്റ്റാൻഡേർഡ്സ് ഇല്ലാതാക്കുന്നില്ല. നമ്മളുടേതൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കുന്നില്ല ഒരു ഓവുലേഷൻ ടൈമിൽ. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യമായിട്ട് സംസാരിക്കുക. ഒരിക്കലും ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി അതിൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും കംപ്ലീറ്റ് ശരിക്കും നോളേജബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഉള്ള ഫാക്ട്സ് മാത്രം സംസാരിക്കുക. ദയവ് ചെയ്ത് ഒരു സ്ത്രീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സ്യൂഡോ സയൻസ് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇതിലില്ല കേട്ടോ. അതിന് സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലല്ലോ, ഇതിൽ സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ല, ഇതിനൊന്നുമില്ല. ഇത് ഇനിയിപ്പോൾ അസ്ല പറഞ്ഞ പോലെ തന്നെ ഇതിൽ സ്വിഗ്ഗി ഡെലിവറി, പ്ലംബർ ഇതൊക്കെ പറഞ്ഞു. പട്ടി, പൂച്ച, പന്നി, കോഴി, കുതിര ഇതൊക്കെ എന്ത് ഇതിൽ പെടുമോ? അല്ല, കണ്ണ് കണ്ടതിനൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട അവസ്ഥ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ചോദിച്ചാൽ നമ്മൾ വേറെ വിഷയമായി പോകും. ഇനി ഇതിന് ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. എന്നിട്ട് പറയാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് തെറി പറയാനുള്ളത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒന്ന് പറഞ്ഞോളൂ, അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്ന് ഫേസ്ബുക്ക് എനിക്ക് ഡോളർ തരും, അത് വെച്ചിട്ട് ഞാൻ ഞണ്ണും. ഇത് വിശദമായ വീഡിയോ ചെയ്യാം. അപ്പം കുറേ കൂടെ തെറിവിളികൾ വരട്ടെ, കുറേ കൂടെ ഡിസ്കഷൻ നടക്കട്ടെ, എന്നിട്ട് ഞാൻ
നന്നായി ക്ലാരിഫിക്കേഷൻ തരാം. ഓക്കെ ഗായ്സ്. പിന്നെ ഗായ്സ്, തെറി വിളിക്കുന്ന കമന്റ് ഇടുന്നവരോട് ഞാൻ ഇൻസ്റ്റഗ്രാമിലെ കമന്റ് ഓഫാക്കിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ എനിക്ക് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന പ്രൊഫൈലും ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന പേജും ഉണ്ട്. അതിനകത്ത് നിങ്ങൾ തെറി വിളിക്കുക. കാരണം നിങ്ങളുടെ ഓരോ തെറിയും എനിക്ക് ഡോളറായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ തെറിവിളികൾ ഡോളറായി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റയെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. ഇവൾ അങ്ങനത്തെവളാണ്, ഇവളെ മറ്റവളാണ്, ഇവളല്ലെങ്കിൽ ഇവളാണ്, ഇവള് കടിമൂത്ത് നിൽക്കുകയാണെന്നുള്ള ഇത്തരം കമന്റുകൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടുക. അതാകുമ്പോൾ എനിക്ക് നിങ്ങളുടെ കമന്റുകൾ വഴി പൊറോട്ടയും ചിക്കനും ഒക്കെ തിന്നാൻ പറ്റുന്നതാണ്. ഇത് എന്തെങ്കിലുമൊക്കെ മേടിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ പറ്റുന്നതാണ്. പിന്നെ എന്റെ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ഇവിടെ വർത്താനം കേൾക്കുമ്പോൾ ഇവിടെ സംസാര രീതി ആ മറ്റവൻ്റെ പോലെയാണ്. ആണുങ്ങൾക്കിടയിലുണ്ട് ഇങ്ങനെ ഒരു നാറി, ഏത് ചെകുത്താൻ, ആ ഒരു രീതിയിലുള്ള സംസാരം. പെട്ടെന്ന് ആ ടോണ് കണ്ടപ്പോൾ ഓർത്താട്ടോ. അവിടെ ഇടുക. ഞാനൊരു ദരിദ്രവാസിയാണ്. അപ്പൊ ഡോളർസ് കൂട്ടാൻ നിങ്ങൾ ഫേസ്ബുക്കിൽ കമന്റ് ഇടുക. ഞാൻ ഇന്റർവ്യൂ കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഒരു ക്ലിപ്പ് കണ്ടു. ഒരു ക്ലിപ്പാണല്ലോ ഭയങ്കര വൈറലായത്. ഓവുലേഷന്റെ സമയത്ത് ആരെങ്കിലും നമുക്ക് കിട്ടിയാമെന്ന് തോന്നുന്നു. ആ ക്ലിപ്പ് കണ്ട് കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഹൈ 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 എന്റെ ഇൻബോക്സ് ഫ്ലഡഡ് വിത്ത് മെസ്സേജസ് ഓഫ് ആണുങ്ങൾ. പിന്നെ പ്രിയ ബെസ്റ്റ് പരിപാടി എന്താണെന്നറിയോ? ഓവുലേഷൻ ടൈം എപ്പോഴാണെന്ന് എഴുതി വെച്ചാൽ മതി. എന്നാൽ ആ സമയത്ത് അതിനനുസരിച്ചിട്ട് നിന്നിട്ട് കമന്റ് നിങ്ങളെ മെസ്സഞ്ചർ ബ്ലോക്ക് ചെയ്തിടുക. എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ എന്നാലും ഇവളോട് അതിൻ്റെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ആൾക്കാർ മുഴുവനും ഇവിടെ കമന്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, ഹായ് ഹായ് എന്ന്. പക്ഷെ അവർക്കറിയില്ലല്ലോ സമയം ഏതാണെന്നുള്ളത്, സമയം തെറ്റാണെന്നുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ അതിന്റെ വേറൊരു ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരും ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്ന ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങോട്ടേക്ക് ആരും അപ്രോച്ച് ചെയ്താലും ഇഷ്ടമല്ല. എനിക്ക് അങ്ങോട്ട് പോയി ആണുങ്ങളെ വളച്ചെടുക്കുന്നതാണ് ഇഷ്ടം. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യമാണത്. ഞാൻ ഇന്നേ വരെ ഒരു റിലേഷൻഷിപ്പ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം എനിക്ക് ക്രഷ് അടിച്ച് അങ്ങോട്ട് പോയി വളച്ചെടുത്ത ആണുങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഹായ് അയക്കാൻ നിർത്തും. നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഞാൻ പലതും അങ്ങനെ ഇന്റർവ്യൂവിന് വിളിച്ച് പറയുന്നു വെച്ചാൽ ഇവിടെ നിന്നൊന്നും കിട്ടാനില്ല. അപ്പോൾ നിങ്ങൾ ആരും ഇൻബോക്സിൽ മെസ്സേജ് ഇട്ടില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, മറന്നുപോയതാണ് നേരത്തെ. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ ഗൈസ്, നമുക്ക് ഇതുപോലെ പൈസ തന്ന ആൾക്കാർ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെട്ട് കൊച്ചി പോയി എറണാകുളത്ത് പോയി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതിനകത്ത് വൈറലാവാനുള്ള എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഞാൻ വൈറലാവാൻ വേണ്ടി കൊടുക്കുന്നതല്ല, ഞാൻ കൊടുക്കുമ്പോൾ അറിയാതെ വൈറലായി പോകുന്നതാണ്. അപ്പോൾ വീണ്ടും എയറിലേക്ക്. അപ്പോൾ ഇപ്പം പൈസ കിട്ടിയ എനിക്ക് സന്തോഷമായി. ഞാൻ വഴി പൈസ ഉണ്ടാക്കുന്ന അവർക്കും സന്തോഷമായി. ഇത് കാണുന്ന നിങ്ങൾക്കും സന്തോഷമായി. തെറി വിളിക്കാൻ പറ്റുന്ന ഇതിനെപ്പറ്റി ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ സമൂഹത്തിനും ഒരു മാറ്റം ഉണ്ടാവും. സമൂഹത്തിന് മാറ്റം കൊണ്ട് വന്നിട്ടേ. പിന്നെ ഞാനൊരു കാര്യം ഓർത്തെന്താ വെച്ചാൽ, ഇവളുടെ ഈ ഒരു ഓവുലേഷൻ്റെ സമയത്ത് ഇങ്ങനെ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജ് കണ്ടിട്ട് നമുക്ക് ഹായ് അടിക്കുന്ന നാറികളെ, നായിൻ്റെ മക്കളെ, ആണുങ്ങളെ വില കളയരുത് പ്ലീസ്. ഇങ്ങനെ വിളിക്കുന്നതിൽ ക്ഷമിക്കണം. ഇത് കണ്ടിട്ട് ഇവളെപ്പോലത്തെ ഒരുത്തിക്ക് മെസ്സേജ് അയക്കുന്ന നായിൻ്റെ മക്കൾ എന്ന് തന്നെ പറയാം, ആണുങ്ങളുടെ വില കളയരുത്. ദയവ് ചെയ്ത് ആ പരിപാടി ചെയ്യരുത്. വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോവുക, വേറെ എങ്ങോട്ട് പോയാലും വേണ്ടില്ല, ദയവ് ഈ പരിപാടിക്ക് നിൽക്കരുത്. സോറി, ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരവസ്ഥ വന്നതിൽ. സ്ത്രീകൾ ഇതിന് ഇവിടെ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിന് പ്രതികരിക്കാറില്ല. ഇവിടെ ഇതിനായിട്ട് നടക്കുകയാണ്. ആൾക്കാരെന്തെങ്കിലും കമൻറ്റ് ബോക്സ് ഭയങ്കര വിചിത്ര പരിപാടി തന്നെയല്ലേ അല്ലേ? ഇങ്ങനത്തെ പരിപാടിയൊക്കെ കറക്റ്റ് ടൈമിന് ഇറക്കുക, ഇൻ്റർവ്യൂവും പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്കും റീച്ച് കിട്ടി. എന്നിട്ട് നേരെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഫേസ്ബുക്കിൽ ഓൺ ചെയ്ത് വെക്കുക. അതിൽ നിന്ന് പൈസ വാങ്ങുക, എന്നിട്ട് ആ കിട്ടുന്ന ഡോളേഴ്സ് കൊണ്ട് തിന്നുക, ആ കിട്ടുന്ന പൈസ കൊണ്ട് ഞണ്ണുക. ഇത്രയും തരം താണ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ടോ അല്ലേ? ഇത്രയും തരം താണ ജീവിതം ജീവിക്കുന്ന ആരെങ്കിലും നിങ്ങളെ പരിചയത്തിലുണ്ടോ? നിങ്ങൾ പറയില്ലേ, അയ്യോ വല്ലാത്തൊരു ഇതാട്ടോ അവൻ്റെ ലൈഫ്. അല്ല മക്കളെ, അല്ല. ഇതൊക്കെയാണ് തരതാണ ജീവിതം, ഇതൊക്കെയാണ് നാറിയ ജീവിതം, ഇതൊക്കെയാണ് ഈ ജീവിതം. മനസ്സിലായോ? പറഞ്ഞാലും തീരില്ല. തുപ്പാനാണ് തോന്നുന്നത് ഇവിടെയൊക്കെ. ആട്ടി തുപ്പി ഒഴിവാക്കി വിടുക. അറക്കൽ, അറപ്പ് തോന്നുന്ന, അറപ്പ്, ശരിക്കും പറഞ്ഞ അറപ്പ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, അറപ്പ് തോന്നുന്ന ഒരു സ്ത്രീന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് തന്നെ മാനക്കട. ഞാൻ ഈ കാണുന്ന എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ. ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ വെടി തവിടിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ട്